പ്രിയദർശിനി പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ 3 കണ്ടക്ടർമാർക്ക് നോട്ടീസ് നൽകി KSRTC. സീറോ വാല്യൂ ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി. യാത്രക്കാരിൽ നിന്നും പണം വാങ്ങിയ ശേഷമാണ് ടിക്കറ്റ് നൽകിയത്. ആദ്യം പ്രതികരണം നോക്കാം. അറിയാം. ചെറിയ ചില കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അത് ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ടിൽ അകപ്പെടുമെന്നൊരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. 1-2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പുരുഷന്മാർക്ക് സീറോ ടിക്കറ്റ് ആരോ കൊടുത്തു. ഇത് ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കാം, കൈത്തെറ്റ് പറ്റിയതായിരിക്കാം. ഇപ്പം അതങ്ങ് വിടുകയാണ്. ഇനി അത് എവിടെയെങ്കിലും ആവർത്തിച്ചാൽ അത് പിന്നെ ആവർത്തിക്കേണ്ടി വരാത്തൊരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ഞാൻ അവരുടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതേ ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്തായാലും നൗഫൽ കൂടി ചേരുകയാണ്. നൗഫൽ, ഇപ്പോൾ ഈ സീറോ ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകിയെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടത് എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ മാനദണ്ഡങ്ങളും കൃത്യമായ പരിശീലനവും എല്ലാം ഈ കണ്ടക്ടർമാർക്ക് ഉൾപ്പെടെ നൽകിയിരുന്നു. പ്രത്യേകിച്ച് പറയുന്ന കണ്ടക്ടർ മെഷീനിൽ ഉൾപ്പെടെ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നൽകുമ്പോഴും പുരുഷന്മാർക്ക് നൽകുമ്പോഴും ഉണ്ടാകുന്ന പ്രത്യേകതകളെല്ലാം തന്നെ ഒരു പരിശീലനം നൽകിയിരുന്നു. പക്ഷേ ഈ പറയുന്ന ചില കണ്ടക്ടർമാർ ഇത്തരത്തിൽ ഇത് ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പുരുഷന്മാർക്കും സീറോ ടിക്കറ്റ് നൽകുകയും അതിന്റെ പൈസ വാങ്ങുകയും അത്തരത്തിൽ കൂടുതൽ കാശ് അന്യായമായി അവർ സ്വന്തമാക്കുന്നു എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന KSRTCയുടെ CMD ഉൾപ്പെടെ വ്യാപകമായ ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി നടത്തിയ പ്രതികരണം കൂടി നമ്മൾ കണ്ടു. ഇതൊരു വലിയ തട്ടിപ്പാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു പ്രിയദർശിനി ബസ് സർവീസ് നടത്തിയപ്പോൾ മുതൽ KSRTCക്ക് വലിയൊരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. ആ നഷ്ടത്തിന്റെ ആക്കം ഈ തരത്തിലുള്ള തട്ടിപ്പ് കൂടി വരുമ്പോൾ കൂടുകയാണ്. എന്നാൽ ഗതാഗത മന്ത്രിക്ക് അതൊരു വളരെ ചെറിയ തെറ്റായിട്ട് ഒരു നിസ്സാരവൽക്കരിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ അത്തരത്തിലുള്ളതാണ്. നമ്മളിങ്ങനെ ഒന്ന് കണ്ടു എന്ന തരത്തിൽ വളരെ അധികം നിസ്സാരമായി കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രതികരണമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും, ഈ തട്ടിപ്പൊന്നും ഗതാഗത മന്ത്രിക്ക് ഒരു വലിയ തട്ടിപ്പായി തോന്നുന്നില്ലേ? തീർച്ചയായും സിദ്ധൂരി, നമുക്കറിയാം, ഈ KSRTC പ്രിയദർശിനി മൂലം ഉണ്ടാകുന്ന നഷ്ടം, അതിൽ സർക്കാർ ഈ പണം നൽകേണ്ടി വരും, കൂടുതൽ ബാധ്യതയുണ്ടാക്കും, KSRTC വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്നൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ വിമർശനം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് കൂടി ഉണ്ടാകുന്നത്. സിന്ധൂരി പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് കൂടുതൽ പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അത്തരത്തിലുള്ള 3 കണ്ടക്ടർമാരാണ് ഇപ്പോൾ പത്തനാപുരം ഡിപ്പോയിലുള്ള 3 കണ്ടക്ടർമാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കാണ് KSRTC ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് CMD നടത്തിയ പ്രത്യേകിച്ച് ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ കണക്കിൽപ്പെടാത്ത കൂടുതൽ കാശുകൾ അവരുടെ കൈവശമുണ്ടാകുന്നു. ഇത് എങ്ങനെയാണ് വന്നത് എന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്ന പുരുഷന്മാർക്കടക്കം സീറോ ടിക്കറ്റ് നൽകുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ KSRTCയൊക്കെ വലിയ നാശത്തിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ പറയുന്ന വകുപ്പും മന്ത്രിയും നേരത്തെ സിന്ധൂരി പറഞ്ഞതുപോലെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് ആദ്യം ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ പറയുന്ന 3 ഇത് തട്ടിപ്പ് കണ്ടെത്തിയ 3 കണ്ടക്ടർമാർക്ക് എന്തായാലും നിലവിൽ നോട്ടീസ് നൽകിക്കൊണ്ട് അവരുടെ മേലുള്ള നടപടികൾ സ്വീകരിക്കാൻ KSRTC നിർബന്ധിതരായി കഴിഞ്ഞിട്ടുണ്ട്. സിന്ധൂരി. ശരി നൗഫൽ, എന്തായാലും പ്രിയദർശിനി ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകിയതിന്റെ പേരിലാണ് 3 കണ്ടക്ടർമാർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് നൗഫൽ പങ്കുവച്ചത്.